ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് രാജേഷാണ്. ഈ അടുത്തിടെ ഞാൻ എൻ്റെ ഫാമിലിയുമൊത്ത് പാലക്കാട്ടെ നമ്മുടെ മലമ്പുഴയ്ക്ക് അടുത്ത് സ്ഥിതി ചെയ്യുന്ന കവ എന്ന സ്ഥലത്തേക്ക് ഒരു യാത്ര പോയിരുന്നു. ആ യാത്രയിലെ കുറച്ച് നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. പാലക്കാട്ടുകാരല്ലാത്തവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങ് ദൂരെ കാണുന്നതാണ് മലമ്പുഴ ഡാം, അതേപോലെ തന്നെ ഗാർഡനിലേക്കൊക്കെ പോകാനുള്ള എൻട്രൻസ് ആണ് അവിടെ കാണുന്നത്. അവിടെ നിന്ന് റൈറ്റിലോട്ട് നമുക്ക് ഏകദേശം 10-12 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ നമ്മൾ ഈ കവയിലെ ഈ പറയുന്ന സ്പോട്ടിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾ അങ്ങ് ദൂരെ കാണുന്നതാണ് മലമ്പുഴ ഡാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ സ്പോട്ടിൽ എത്തുന്നത് വരെയുള്ള വഴിയിലുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ ഏറ്റവും ചൂട് കൂടുതലുള്ള ജില്ലയാണ് പാലക്കാട് എന്ന് എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് തന്നെയാണ് ഈ കൊടും വേനലിൽ ഈ മരങ്ങളുടെ എല്ലാം ഇലകൾ കൊഴിഞ്ഞ് നമുക്ക് ഇവിടെ ഗ്രീനറിയുടെ അഭാവം ഫീൽ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാൻ ഈ യാത്ര ഒരു മഴക്കാല സമയത്താണ് നടത്തിയിരുന്നെങ്കിൽ റോഡിന് ഇരുവശവും നിറയെ പുല്ലുകളും അതേപോലെ തന്നെ മരങ്ങളിലെല്ലാം ഫുൾ പച്ച ഇലകളും എല്ലാമായി ഈ കാണുന്ന കാഴ്ചയേക്കാളും വളരെ മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യമായിരിക്കും അപ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. ഏകദേശം നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. കവയിലെ ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയും. മറ്റു പല സ്പോട്ടുകളും ഉണ്ട്, അവിടെയെല്ലാം നമുക്ക് വാഹനം റോഡ് സൈഡിൽ നിർത്തിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങി പോകേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ടിലേക്ക് നമുക്ക് വാഹനം കൊണ്ടുപോകാൻ കഴിയും. അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഈ സ്ഥലം ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. 4 ഭാഗവും മലയാൽ ചുറ്റപ്പെട്ട നടുവിൽ ഒരു തടാകം കൂടി ചേർന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. വൈകുന്നേര സമയങ്ങളിൽ നമ്മൾ ഇവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കുറച്ചു നേരം ഓടി കളിക്കാനും അതേപോലെ തന്നെ നീന്തി കളിക്കാനൊക്കെ ഉള്ള സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വളരെ മനോഹരമായ ഒരു അസ്തമയം കൂടി കണ്ടതിന് ശേഷം നമുക്ക് തിരിച്ചു പോകാവുന്നതാണ്.
അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂറോളം ഞങ്ങൾ ഈ കവയിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം വളരെ മനോഹരമായ ഒരു സൂര്യാസ്തമയവും കൂടി കണ്ടതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.